അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ,
അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെയാണ് എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണ്, വല്ലാത്ത ടെൻഷനാണെന്ന് പറയുന്നത്. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലനും രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചത് തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ്? പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്. പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരിക്കുളത്തില്ല വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്. പോലീസിന്റെ കണക്കാ. അന്നത്തെ ഒന്നുമില്ല. അന്ന് 10,000 ആളെ ഉണ്ടാകാത്തുള്ളൂ. 10,000 ആള്. പക്ഷെ എന്തോ പറ്റി? ആ തീരത്ത പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ തന്നെ സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടിയത്തിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട്, എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പം പറഞ്ഞ് ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല,
ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നു പോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങളോർക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് ആ അന്നത്തെ ആ ഒരു ജനങ്ങളിടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്ന് വെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പൊ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടാ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ? അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ്, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്ന ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണം നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പേര് ബിന്ദു. ഞാൻ കോഴിക്കോട് ജില്ലയെ വടകരയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 23 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് രോഗസൗഖ്യമാണ്. എൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് നിയോഗപ്രാർത്ഥന വെച്ച്, അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം എങ്ങനെ പ്രയോഗിക്കണമെന്നും എങ്ങനെ കൊണ്ടു നടക്കണമെന്നും പ്രാർത്ഥന എന്താണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത്, ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന, അതോടുകൂടി അമ്മ എൻ്റെ യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞു. ഞാനിപ്പം 3 വർഷമായി മെൻസസ് ആകത്തില്ല. അതാണ് എനിക്ക് ഒന്നാമത് തന്ന അനുഗ്രഹം. രണ്ടാമത് തന്ന അനുഗ്രഹം, എൻ്റെ കാലിന് മടമ്പിന് ഒരു എല്ല് വളർന്നിട്ട് പുറത്തോട്ട് ചാടിയതുകൊണ്ട് എനിക്ക് കാല് നിലത്ത് വെച്ച് അമർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. നടക്കുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. ഞാൻ പല ഡോക്ടർക്കും കാണിച്ച് സ്കാനിങ് എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച്, എന്നിട്ടും എനിക്ക് സുഖത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലിന് ഇഞ്ചക്ഷൻ വെച്ച സ്ഥലത്ത് പാണ്ടുപോലെ നിറം മാറി വരികയും മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതെയും വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോനോടും അമ്മ മാതാവിനോടും പറഞ്ഞു, എനിക്കുള്ള രോഗത്തിൻ്റെ മരുന്ന് ഇനി അമ്മയുടെ ഉടമ്പടി തൈലാണ്. ഇത് പുരട്ടി എനിക്ക് സൗഖ്യമാക്കി തരണം. ഞാനൊരു 10-11 ദിവസമായി അത് പുരട്ടി. ഞാൻ അറിയാതെ തന്നെ ആ രോഗം മാറ്റി.
അവിടെയുള്ള പാണ്ട് പോലെയുള്ള അടയാളങ്ങളും പോയി. പിന്നെ എനിക്കുണ്ടായ സൗഖ്യം, ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. എൻ്റെ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ തൊഴിലാളിയാണ് ഞാൻ. അവിടെ പണി കുറവായതുകൊണ്ട് 10-ാം വാർഡിലേക്ക് ഞങ്ങൾ കുറച്ച് ആളുകളെ അവിടേക്ക് മാറ്റി. അവിടെ പണി കൊടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ 11-ാം വാർഡ് എൻ്റെ വാർഡിലായ അംഗങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. അവരെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ തന്നെ പണിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. അവിടെ നല്ല ഒത്തൊരുമയോടുകൂടി നല്ല മേറ്റായിരുന്നു, സന്തോഷവും സമാധാനവും ഉണ്ടായ ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പണിയെടുക്കണം എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറഞ്ഞ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എൻ്റെ അടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലുണ്ട്, ഉപ്പുണ്ട്. ഇതെല്ലാം പ്രയോഗിച്ച് നമുക്ക് ഇവിടുത്തെ പ്രസിഡൻറ്റിനോട് പറയാം. പ്രസിഡൻറ്റിൻ്റെ അടുത്തൊരു അപേക്ഷയുമായി ചെന്നു. തൈലം പുരട്ടി ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് പ്രസിഡൻറ്റിന് നിയോഗം കൈമാറി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ പണിയെടുക്കണമെന്ന്. പ്രസിഡൻറ്റ് പറഞ്ഞ് യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇവിടെ തന്നെ പണിയെടുത്തോളിയെന്ന്. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. നമുക്ക് ഈ വാർഡിൽ തന്നെ പണി തരും പ്രസിഡൻറ്റ് നമ്മളെ വിളിച്ചിട്ട് പറയുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞ് 10-ാം വാർഡിൽ തന്നെ നിങ്ങൾ പണിയെടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ തന്ന സൗഖ്യം. പിന്നെ എനിക്കുണ്ടായത് 22 വർഷമായി ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല. 2 അടി വഴി ഞങ്ങൾക്ക് അടുത്ത വീട്ടുകാർ തന്നതാണ്. ആ വഴിയിൽ പുല്ലും കാടും നിറഞ്ഞാൽ ഞങ്ങളത് മഴക്കാലം വരുമ്പോൾ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. എന്നും ഞാൻ കരയും മാതാവിൻ്റെ അടുത്ത്. 2 അടി വഴിയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല മാതാവ്. ആ ഉപ്പിട്ട് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വയക്കിനും മക്കാളത്തിനൊന്നും ഞാൻ പോയില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ വഴി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. 2 അടിയോളം ഇപ്പോൾ 6 അടികൾ നീളത്തിലാണ് ഞങ്ങൾക്ക് വഴി തന്നത്. കുറേ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോ അപ്പച്ചനും കോടാനുകൂടി നന്ദി. പിന്നെ എനിക്കുണ്ടായ അനുഗ്രഹം, ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. ആ സാക്ഷ്യത്തിൽ ചേച്ചി ഇങ്ങനെ പറയുണ്ടായി, ഞാനാണ് ഉടമ്പടി എടുത്തത്, എൻ്റെ വീട്ടിലുള്ളവർക്കാണ് അനുഗ്രഹം മുഴുവൻ. ഒന്നമ്മനെ കാണാൻ പോലും സ്വപ്നത്തിൽ കാണാനോ മുല്ലപ്പൂവിൻ്റെ മണം ആസ്വദിക്കാനോ ഒന്നും ആ ചേച്ചിക്ക് സാധിച്ചില്ല. ആ ചേച്ചി അന്ന് കരയുണ്ടായി. അതുപോലെ ആ ധ്യാനം കൂടുമ്പോൾ ഞാനും കരഞ്ഞു. എനിക്കും അമ്മനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ മതി, വേറെ ഒന്നും അമ്മ എനിക്ക് തരണ്ട. അന്ന് രാത്രി ഞാനും സ്വപ്നത്തിൽ കണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനെ. എനിക്കെന്തോ സന്തോഷമായി. പിന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനത്തിൽ വേറൊരു സിസ്റ്റർ സാക്ഷ്യം പറയുകയുണ്ടായി. ആ സിസ്റ്റർ കുടുംബത്തിൽ ക്യാൻസർ രോഗിക്ക് 2 തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കൊടുത്തെന്നും പറഞ്ഞ് ഉള്ളൊരു സാക്ഷ്യം ഞാനിവിടെ കണ്ട്. അപ്പോൾ എനിക്കും എന്തെല്ലാം ഒരു സമാധാനക്കേട്, അമ്മ എൻ്റെ അപ്പര ഇല്ലേ, അമ്മ ഞങ്ങൾക്ക് എന്താ ഒരടയാളോ ഒന്നും കാണിച്ചു തരാത്ത എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. ഞാൻ അന്നിപ്പം മാതാവിനോട് പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും അടയാളോ അത്ഭുതമോ എനിക്കും കാണിച്ചതാ അമ്മേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച്. സന്ധ്യാനേരം 2 തിരിയും കത്തിച്ച് വെച്ച് ഞാൻ 2 പ്രാർത്ഥനയും ഒപ്പരം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുറേ പ്രാവശ്യം എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള. പിന്നെ ഞാൻ അത്ഭുതം ചോദിച്ചപ്പോൾ എനിക്ക് ഇടിവെട്ട സാക്ഷ്യം തന്ന്. എല്ലാവർക്കും മാതാവിന് തിരിയിലാണ് കാണിച്ചു കൊടുത്തത്, പക്ഷേ തിരിയിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ തിരുഹൃദയ തന്നെ. ആ തിരുഹൃദയം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഈ 2 തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മേൻ്റെ നിർമ്മല ഹൃദയ തന്നു. ഇതിലേറെ വലിയ സന്തോഷം ഇനി എന്താ വേണ്ടി? ഇനി അമ്മ എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഇത് തന്ന അമ്മ മാതാവിനും എൻ്റെ തിരുകുമാരനും കൂടി നന്ദി. ബാക്കിയുള്ള സാക്ഷി എൻ്റെ മകൻ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണ്. ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് 2022 ഒക്ടോബർ മാസമാണ്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2018 മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ, അതായത് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം, അതുപോലെ തന്നെ കുടുംബശ്രീയിലെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ ഒരു പ്രോബ്ലം തീരുമ്പോൾ അടുത്തൊരു പ്രോബ്ലം വരിക, പിന്നെ അത് പോലീസ് കേസാവുക, പോലീസ് വീട്ടിലേക്ക് വരിക, ചില പ്രശ്നങ്ങൾ അത് കോടതി വരെ പോകുക. അങ്ങനെ നമുക്ക് സമാധാനം ഇല്ലാണ്ട് നമ്മൾ ചില സമയത്ത് ദൈവത്തെ പോലും നമ്മൾ കുറ്റം പറഞ്ഞു പോകുന്നൊരവസ്ഥ കടന്നു വരികയാണ്.
അങ്ങനെ ഇരിക്കെ സമാധാനമില്ല. ഓരോ രാത്രികളും ഇങ്ങനെ ഒരു പ്രോബ്ലം കഴിയുമ്പം ആ പ്രോബ്ലത്തെക്കാട്ട് വലിയൊരു പ്രോബ്ലമാണ് അടുത്ത വരുന്നത്. അങ്ങനെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് മാതാവ് കൈപിടിച്ച് ഈ കൃപാസനം മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തത് ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വരികയാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരണം റൂട്ടൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വടകര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ട്രെയിനിൽ മുന്നിലെത്തുന്ന സമയത്താണ് ഞങ്ങളോട് ആരോ പറയുന്നത്, നിങ്ങൾ സ്ലീപ്പറിൽ കയറണ്ട, ലേഡീസിൽ കയറാൻ. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി ലേഡീസിൽ കയറുന്നത്, ഞാൻ തൊട്ടുള്ള ജനറലിൽ കയറുന്നത്. ഈ ലേഡീസിൽ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഇരിക്കുന്ന ഒരു ഫാമിലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. മാതാവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഒരുക്കണ്ടേയിട്ട് മാതാവ് ഒരു ഫാമിലീനെ ട്രെയിനിൽ ഓൾറെഡി തന്നിരുന്നു. അങ്ങനെ വന്ന് ട്രെയിനിൽ അവർ ഉടമ്പടി എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഇവിടെ വന്നപ്പം വീട്ടിൽ ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അമ്മ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായാലും ഉടമ്പടി പ്രാർത്ഥനയായാലും ചൊല്ലി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ അത് ഫസ്റ്റ് വേറെ ആരുടെയോ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തൂടെ ആയിരുന്നു ഞങ്ങൾ വഴി പോയിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് വഴിയായിട്ടൊന്നും തന്നിട്ടില്ല. പിന്നീട് അവരെന്ത് ചെയ്ത് ആ സ്ഥലം വേറൊരാൾക്ക് വിറ്റു. അപ്പോഴും ഞങ്ങൾക്ക് വഴി തന്നില്ല. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിറഞ്ഞ് പ്രശ്നങ്ങളായി. അങ്ങനെ പോലീസ് വന്ന് അങ്ങനെ ലോക പ്രശ്നങ്ങൾ, അടിയായി, കച്ചറയായി. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എനിക്ക് 24 വയസ്സ്, അതായത് 24 കൊല്ലം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വഴിയിലിട്ട സമയത്ത് ലോകത്തിൻ്റെ ന്യായാധിപൻ തന്നെ ഇറങ്ങി വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ സമാധാനത്തിൽ തന്നെ ഞങ്ങൾക്ക് അവർ തന്നെ വഴി തന്നു. ഇതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം. അതുപോലെ തന്നെയാണ് അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം അച്ഛൻ അങ്ങനെ അത്ര വിശ്വാസമില്ല, ചെറിയൊരു വിശ്വാസമുണ്ട്. അപ്പം ഇവിടെ വന്ന സമയത്ത് പുലർച്ചയ്ക്ക് കടലിൽ പോകുന്ന സമയത്ത് ഹാർബറിലെത്തണമെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. സോ പല മൃഗങ്ങളുണ്ടാകാം. സോ നമ്മൾ പ്രാർത്ഥിച്ചു, ഒന്നും ഉണ്ടാകരുതേ മാതാവേ, നീ കൂടെ ഉണ്ടായിക്കോളണേ എന്നുള്ളത്. എന്നിട്ട് തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തു. തിരിച്ച് അച്ഛൻ വരുമ്പം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഹാർബറിലെത്തുന്ന വരെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. വിശ്വാസം ഇല്ലാത്ത അച്ഛനെ മാതാവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അത് വേറൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു ലാപ്ടോപ്പ്, ഞാൻ MBA-കാരനാണ്, അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഫിഷറീസ് ഓഫീസറെ കണ്ട് പലതവണ ഞാൻ നടന്ന് അവസാനം പാസ്സാകുന്ന രീതിയിൽ എത്തിയപ്പോൾ ആ ലിസ്റ്റ് തള്ളുന്ന രീതിയിൽ എത്തിപ്പെട്ട്. അപ്പോഴാണ് മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ചത്. മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ച സമയത്താണ് ഇവിടുന്ന് അമ്മ ഉടമ്പടിയുടെ സമയത്ത് എങ്ങനെയോ ശ്രവിക്കപ്പെടുകയാണ് ഈ ലാപ്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്നുള്ളത് ജസ്റ്റ് വെറുതെ ഒന്ന് നിയോഗത്തിലേക്ക് വെച്ചു. ഉടമ്പടി എടുത്തു, തിരിച്ചു വന്നു. ഒരു 1.5 മാസം ആകുന്നത്തേക്ക് ഈ തള്ളിപ്പോയ ലിസ്റ്റ് മാതാവ് തിരിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ആ 90 ദിവസം പൂർത്തിയാകുന്ന സമയം കൊണ്ട് തന്നെ മാതാവ് ലാപ്ടോപ്പ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെയായിരുന്നു ഒരു വണ്ടി വാങ്ങാനുള്ളത്. അപ്പം നമ്മൾ മാതാവിൻ്റെ ഭക്തന്മാരായതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ കളറാണ് ആഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അമ്മയുടെ നീലാങ്കി ആയതുകൊണ്ട് നീല കളറിലൊരു വണ്ടി മതിയെന്നാണ്. പക്ഷേ മാതാവ് അത് ഉടമ്പടിയിൽ വെച്ചേ ഉള്ളൂ. കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ അമ്മയുടെ ഗ്രേ കളറിലുള്ള നല്ലൊരു വണ്ടി തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്താണെങ്കിലും ഉടമ്പടി പാലിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടും, ചിലതൊക്കെ സ്ക്രോൾ ചെയ്ത് കളയും. അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ പറഞ്ഞല്ലോ, അമ്മക്ക് ഒരു ദിവസം മാതാവ് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങി എങ്ങനെ കണ്ണ് തുറന്നെന്നറിയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ണ് തുറന്നാൽ മീൻസ് ഒരു ഹാളുണ്ട്, അവിടെയാണ് ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പം ഒരു പുലർച്ചെ സമയത്ത് ഞാൻ എങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണാം സിൽവർ ഗ്രേ കളറിൽ ആ ഒരു വെളിച്ചം നിൽക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകും. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു കിടന്ന്. അത് കഴിഞ്ഞ്
കുറച്ചും കൂടിയും കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഉറക്കം ഞെട്ടി. ഈ ഉറക്കം ഞെട്ടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ കണ്ട ഈ സിൽവർ ഗ്രേ വെളിച്ചം നേരെ ഞാൻ എവിടെയാണോ മാതാവിനെ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നാണ് ഈ സിൽവർ ഗ്രേ കളർ നിൽക്കുന്നത്. അപ്പം അമ്മ സ്വപ്നത്തിൽ കണ്ടാണെങ്കിലും മാതാവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ HR വർക്ക് ചെയ്യുകയാണ്. അമ്മ തന്നെ തന്ന ജോലിയാണ്. അമ്മ തന്ന അടയാളമായിട്ട് എൻ്റെ യൂണിഫോം തന്നെ ഗ്രേ കളറാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാതാവിനെ കണ്ട്. ആ കണ്ട് പിറ്റത്തെ മാസം അമ്മയോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ CEO എന്ത് ചെയ്താണ് എന്നെ ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ HR മാനേജർ കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റ്. കാരണം ഒരു ഹോസ്പിറ്റൽ ഓടണമെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം? ഡോക്ടർ വേണം. അങ്ങനെ മാതാവ് എന്നെ എന്ത് ചെയ്ത് സിഒയുടെ രൂപത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ പിന്നീട് CEO എനിക്ക് 2 ടാസ്ക് തരികയാണ്. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിനെയും ഒരു യൂറോളജിസ്റ്റിനെയും ജോയിൻ ചെയ്യിക്കാം. പെട്ടല്ലോ, കാരണം ഗ്യാസ്ട്രോ യൂറോ ഒക്കെ ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇതിൽ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു 4 മാസം ഞാൻ ഡോക്ടേഴ്സിനെ, ഓരോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിക്കുക. ഡോക്ടേഴ്സ് ആരും വില്ലിങ് അല്ല, കാരണം അവർ ഓൾറെഡി വർക്കിംഗ് ആണ്. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുന്നത് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ അമ്മയെ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു യൂറോളജിസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ യൂറോളജിസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ആ യൂറോളജിസ്റ്റ് പോവുകയും ചെയ്ത്. അപ്പോൾ യൂറോളജിസ്റ്റ് പോയത് കൊണ്ട് പേഷ്യൻറ്റ് കൂടുതലുണ്ട്, എൻ്റെ ടാസ്ക് കൂടുകയും ചെയ്ത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. ആ ഒരാഴ്ച ഞാൻ എന്ത് ചെയ്ത് ഉപവാസം പ്രഖ്യാപിക്കുക. മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഉപവാസം പ്രഖ്യാപിക്കാം. എന്നിട്ട് ഞാൻ എന്ത് അത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ യൂറോളജിസ്റ്റ്, എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ളൊരു യൂറോളജിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അവരെ ഞാൻ CEO ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നു. അവർ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ജോയിൻ ചെയ്യുന്നു. ആ ഒരാഴ്ച ഞാൻ 4 മാസം ശ്രമിച്ച് നടക്കാത്തത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോം വന്ന് യൂറോളജിസ്റ്റും വന്ന്. ഇതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം. പിന്നീടെന്ന് പറയുന്നത്, ഞാനിവിടെ 3 തവണ ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടുണ്ട്. ആ 3 തവണയും മാതാവ് ഈ പ്രദക്ഷിണത്തിൽ എന്നെ ഒരിക്കലും പുറകിലല്ല നിർത്തിച്ചത്, മാതാവ് എന്നെ മുന്നിൽ തന്നെ നിൽച്ചത്. കാരണം ഓരോ തവണ മാതാവ് ആയാലും പിന്നെ മെഴുകുതിരി ആയാലും ചന്ദനത്തിരി ആയാലും ഓരോന്ന് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അമ്മ എന്നെ ഇന്നേ വരെ ഞാനിവിടെ ഉടമ്പടി പുതുക്കി ഇത്ര ആയിട്ട് പോലും അമ്മ ആ പ്രദക്ഷിണ വഴിയിൽ എന്നെ പിന്നിലേക്ക് ആക്കിയിട്ടില്ല. അമ്മ എന്നെ എന്നും മുന്നിൽ തന്നെ നിർത്തിയിട്ടുള്ളൂ. ഈ ഞങ്ങൾ ഈ മെയ് മാസം, അതുപോലെ തന്നെ ഒക്ടോബർ മാസം, അതുപോലെ തന്നെ ഡിസംബർ മാസം, ഈ 3 മാസം ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ അങ്ങനെ നല്ല രീതിയിൽ വ്രതശുദ്ധിയോട് കൂടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യാം ഈ 3 മാസം പ്രെയർ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേച്ചിക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വരിക. അപ്പം ചേച്ചി ഞങ്ങളോട് പറയാണ്, പ്രാർത്ഥിക്കണം, ജോലിയില്ല, 3-3.5 മാസത്തോളം വീട്ടിലിങ്ങനെ ഇരിക്കാം. അപ്പം ഞാൻ അമ്മ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച്, അമ്മ പറഞ്ഞ് ഒരു ഡിസംബർ മാസം, മാതാവേ ഈ മാസം നീ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ തന്ന മാസം, ഈ മാസം കഴിയുന്നതിന് മുന്നേ എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണേ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം കാണാം, രാവിലെ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആരോ ഒരാൾ തലോടുന്ന രീതിയിൽ നോക്കുമ്പം ഉറക്കത്ത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കാണാം മാതാവിൻ്റെ ഇടത്തെ കരം തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. വലത്തെ കൈകളിൽ കാണാം വെള്ളമുത്തിൻ്റെ ജപമാല. അപ്പോൾ അമ്മ ഇങ്ങനെ തലോടാണ്. അമ്മയൊന്നും പറയുന്നില്ല, അമ്മ ഇങ്ങനെ ചിരിക്കുകയാണ്. അമ്മയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയാവുക. അങ്ങനെ അപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈകളിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു, മാതാവ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡിസംബർ 25 ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ വ്രതമൊക്കെ കഴിയുന്ന സമയത്ത് ഡിസംബർ 26-ാം തീയതി ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഡിസംബർ 27 കഴിഞ്ഞ് 28-ാം തീയതി ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കൂടി വരികയാണ്. അതാണ് വേറൊരു സാക്ഷി എന്ന് പറയുന്നത്. ഇതേ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജപമാല എന്താണെന്ന് അറിയാതെ, കാരണം നോൺ ക്രിസ്ത്യൻസ് ആണ്, ആകെ അറിയുന്നത് ഈ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ജപമാല എൻ്റെ ചേച്ചിക്ക് ആരോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജപമാല എന്ത് ചെയ്ത് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ ജപമാല ചൊല്ലുകയാണ്. ആദ്യമായിട്ട് ജപമാല ചൊല്ലുകയാണ്. നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് ചൊല്ലണതുള്ളത്. അങ്ങനെ ജപമാല ചൊല്ലി, ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ചേച്ചി ജപമാല പഠിപ്പിച്ച ആ സമയത്താണ് മാതാവ് ജപമാലയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേത് മാതാവിൻ്റെ മെയ് വണക്ക മാസം ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി
പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണാം അമ്മ ആ ജപമാല, എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ, ആ ജപമാല അവിടെ എത്തി, അമ്മ അത് സ്വീകരിച്ചു. ഞങ്ങളെ മെഴുകുതിരിയിൽ കാണാം അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ രൂപം. മാതാവ് ജപമാല ചൊല്ലുന്നത്, കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്ത്, മാതാവ് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു, ഞാൻ കാണുന്ന വിധത്തിൽ മാതാവ് കണ്ടു. പക്ഷേ ഇവിടെ ഒരു സാക്ഷ്യപ്പെടുത്താൻ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഈ പച്ച മെഴുകുതിരി. അതുകൊണ്ട് തന്നെ ഈ നീല മെഴുകുതിരിയായാലും പച്ച മെഴുകുതിരിയായാലും പ്രാർത്ഥനാ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഊതുവോ അല്ലെങ്കിൽ കൈകൊണ്ട് തള്ളിക്കെടുത്താറോ ഇല്ല. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഇതാണ് മെഴുകുതിരി. അപ്പോൾ നമ്മൾ ഊതുമ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് ഊതുന്ന പോലെയാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് അടിക്കുമ്പോൾ അമ്മയെ അടിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ടോ ആണ് എന്ത് ചെയ്യുക, പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, മെഴുകുതിരി കെടുത്താറുള്ളത്. ഒത്തിരി അനുഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ മാതാവിനെ കിട്ടിയ ആ രൂപം ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ച് ഒരു ജപമാല കൊടുത്തു. ആ മാതാവിനെ ഇവിടുന്ന് വാങ്ങി ഫോട്ടോ ആ രൂപം വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞല്ലോ പല തവണയായി നീല പച്ച മെഴുകുതിരിയിലെ അമ്മ പല രൂപത്തിൽ അമ്മ എന്ത് ചെയ്യും പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഈ ആഗസ്റ്റ് മാസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു സിസ്റ്റർ ഒരു വചനം തരികയാണ്. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതേ വചനം തന്നെ ആഗസ്റ്റ് 26 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഇത് പറഞ്ഞ് കഴിയലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴവിൽ എനിക്ക് കാണണമെന്നുള്ളത്. പക്ഷേ ഈ വചനം എനിക്ക് തന്ന് അതേ 26 അച്ഛൻ ഡെയിലി ബ്രെഡിൽ അത് പറയുകയും ചെയ്ത് ഞാൻ മുട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പം കാണാം ആകാശത്ത് വീണ്ടും ഇതേ മാതാവിൻ്റെ രൂപത്തിൽ ചുവന്ന നമ്മളെ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ കളറില്ലേ, ആ കളറിൽ അമ്മ ആകാശത്തും പ്രത്യക്ഷപ്പെട്ടു. ഒരു 2-3 മിനിറ്റ് അമ്മ വീണ്ടും ആകാശത്ത് പ്രത്യക്ഷപ്പെടുക. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയാണ്. കാരണം ട്രാക്കില്ലാത്ത ആളുകളാണ് ട്രാക്കിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മെൻറ്ററാണ് പരിശുദ്ധ അമ്മ. അമ്മ അടിപൊളിയാണ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്കത് സാധിച്ചു തരാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ അമ്മ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയാണ്. ഇനി കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാനായാലും അമ്മയായാലും പാലിയേറ്റീവിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂളിൽ ഞങ്ങൾ അധികം കാരുണ്യ പ്രവർത്തികൾ ഞാനും അമ്മയും ഒന്നിച്ചാണ് പോകാറ്. ബഡ്സ് സ്കൂളിൽ പോയിട്ട് അവർക്കെല്ലാം നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഓരോ ചേച്ചി മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു പത്രങ്ങളൊക്കെയാണെങ്കിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ചേട്ടന്മാരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജോഗിങ്ങിന് പോവുകയാണ്. അപ്പോൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തു, പെട്ടെന്നൊരു ദിവസം പ്ലാനിങ് ആണ്, ജോഗിങ്ങിന് പോകുകയാണ്. പക്ഷേ ഞങ്ങൾ പോകുന്ന റൂട്ട് പെട്ടെന്ന് ആരോ തിരിക്കുന്ന പോലെ. അപ്പോൾ റൂട്ട് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ കാണാം അവിടെ ഒരു മാതാവിൻ്റെ പള്ളി, ആ പള്ളിക്ക് പുറത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാതാവിനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാ നിൻ്റെ മാതാവ് ഇരിക്കുന്നത്. അവന് മാതാവിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ മാതാവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മാതാവിനെ കണ്ടതല്ലേ, കണ്ട സ്ഥിതിക്ക് എന്തായാലും അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ, കാരണം ഞാൻ അമ്മയുടെ ഒരു ഭക്തനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ച് കണ്ണടച്ച് താഴെ നോക്കുമ്പോൾ കാണാം ഏതോ ഒരു വ്യക്തി കൊണ്ടുപോയി വെച്ച കൃപാസനത്തിലെ ഒരു 3-4 കെട്ട് പേപ്പർ, ജൂൺ മാസത്തെ ജൂലൈ മാസത്തെ കഴിഞ്ഞ കൊല്ലത്തെ സെപ്റ്റംബറിലത്. ഈ പേപ്പർ കണ്ടതിന് ശേഷം ഞാനത് എടുത്ത് തിരിച്ച് മാതാവിനെ നോക്കുമ്പോൾ കാണാം അമ്മ സങ്കടപ്പെട്ടിരിക്കുക. ഈ പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേ ഈ പേപ്പർ വെച്ച ആളോട് അമ്മ ക്ഷമിക്കണം, ഈ പേപ്പർ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കൊടുത്തോളാം എന്നുള്ളത്. അങ്ങനെ ആ പേപ്പർ എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് പാളയത്തുള്ള ആ വെയിലത്ത് ഞാൻ പാളയത്തുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അവിടെ കാണുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത്. അതുകൊണ്ട് എനിക്ക് എന്താ അത്രയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഏത് സമയത്തും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട്. ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അമ്മയുടെ കൈകളിൽ ജീവിത അവസാനം വരെ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. വിശുദ്ധ യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യേശുവിൽ പ്രിയമുള്ളവരെ, ബിന്ദു അശ്വന്തിൻ്റെ സാക്ഷ്യം കോഴിക്കോടെന്ന് വരുന്ന മക്കളാണ്. അവർക്ക് അമ്മ മാതാവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത്
എത്ര പറഞ്ഞിട്ടും മോൻ്റെ സാക്ഷ്യം തീരുന്നില്ല. കാരണം എന്താ? അമ്മ അത്രയും ഗ്രേസായിട്ടാണ് ആ മോനിലൂടെ പ്രവർത്തിച്ചത്. നിങ്ങളുടെ ഒരു മെരിറ്റും കൊണ്ടൊന്നും നടക്കത്തില്ല. ഇനി ഉടമ്പടി ജീവിതം എനിക്ക് അന്ത്യം വരെ, എൻ്റെ നിത്യജീവൻ വരെ ഞാൻ അമ്മയെ കൂട്ടുപിടിച്ചേ നടക്കൂവെന്ന്. ഇതാണ് ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് ഈ മോനിവിടെ അൾത്താരയിൽ പറയുന്നത്. അവന് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും. അമ്മയ്ക്കുണ്ടായിരുന്ന ബ്ലീഡിങ് മാറിയത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടല്ല, ഉടമ്പടി കൈപ്പുസ്തകം വയറിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഉടമ്പടിയുടെ എല്ലാ വസ്തുക്കളും അഭിഷേകത്തിലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു തരുന്നതാ. അതുകൊണ്ട് എല്ലാത്തിലും അഭിഷേകമുണ്ട്, പരിശുദ്ധ അമ്മയുടെ കൈവെപ്പുണ്ട്. അതിൻ്റെ തെളിവാണ് 4 വർഷമായിട്ടുണ്ടായ ബ്ലീഡിങ് മാറി. അതിനുശേഷം 24 വർഷമായിട്ട് വഴിയില്ലാതിരുന്നപ്പോൾ വഴിയും സത്യവും ജീവനുമായി ദൈവം പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യം അതൊട്ടും കുറവ് കൂടാതെ ഉടനെ വഴി തെളിച്ചു കൊടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ. അതിനുശേഷം മോൾക്കുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യം പഞ്ചായത്ത് കൊണ്ടുവന്ന് കൂട്ടുകാരുടെ മധ്യേ നിന്ന് പറയുകയാണ്, ഞാനിത് അമ്മയുടെ ഉപ്പാണ്, ഇത് ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ വെതറുകയാണ്, ഇവിടെ തന്നെ നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഇവിടെ തന്നെ ജോലി തരും. അതും അമ്മ താമസിയാതെ തന്നെ ചെയ്തു കൊടുത്തു. അതിനുശേഷം മോളിനെ ഉണ്ടായിരുന്നത് ഒരു വണ്ടി വേണമെന്ന് കരുതി ബ്ലൂ കളറായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അമ്മ ഗ്രേ കളറിലുള്ള വണ്ടി തന്നെ കൊടുത്തു, അവനെ സന്തോഷിപ്പിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്നത്. അതിനുശേഷം മോന് കിട്ടിയ ജോലി മേഖലയിലുണ്ടായിരുന്ന ഉയർച്ച, അവനിപ്പോൾ ഏത് മേഖലയിലായി നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളോട്. അതെല്ലാം ആരാ കൊടുത്തത്? തൻ്റെ അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള വാത്സല്യവും അമ്മയോടുള്ള വിശ്വസ്തതയും അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഉടനടി അവന് വലിയ നിലയിലുള്ള ജോലി ലഭിക്കുകയാണ്. ഇതെല്ലാം പരിശുദ്ധ അമ്മ നൽകുന്നതാ. അമ്മ തൻ്റെ പുത്രനോട് പറയുന്നതാ. കരഞ്ഞപേക്ഷിക്കുന്നവരെ അമ്മ കൈവിടത്തില്ല. കണ്ണുനീര് കാണുമ്പോൾ അവിടെ അലിയുന്നതാ പരിശുദ്ധ അമ്മ. അത് തൻ്റെ പുത്രനോട് പറഞ്ഞ് നിർബന്ധിച്ചത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. കാരുണ്യപ്രവൃത്തി കേട്ടപ്പോൾ നമ്മൾക്കെല്ലാവർക്കും സങ്കടം വരും. കാരണം അമ്മ മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പത്രം കാണിച്ചു കൊടുത്തു. അത് മുന്നേ ഉള്ള മാസത്തിലെ പത്രമായിരുന്നു. ആ പത്രം എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ വിതരണം ചെയ്തു. ആ പേപ്പർ എടുക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് സങ്കടമായിരുന്നു. അമ്മയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് ആ മോൻ കണ്ടു. ഉടനെ ആ പത്രം കൊടുത്തപ്പോൾ അതവന് സന്തോഷമായിട്ട് മാറ്റിയമ്മ. അമ്മയ്ക്കുണ്ടായിരുന്ന സങ്കടം ആ മോൻ മാറ്റിയപ്പോൾ അമ്മ അവൻ്റെ സങ്കടം വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അവന് ഉടനടി പരിഹരിക്കുകയാണ്. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ അവനെ വിജയകരമായി അമ്മ സന്തോഷത്തിലേക്ക് എത്തിക്കുകയാണ്. ജപമാല എന്താണെന്നറിയാത്ത മോന് ജപമാല പഠിപ്പിക്കാനൊരു സുഹൃത്തിനെ സഹായിച്ചു. അവിടെയെല്ലാം അമ്മ അടയാളങ്ങൾ കൊടുക്കുക. അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൊരു അടയാളം തരണേന്ന് ആ അമ്മ ബിന്ദു അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ഹൃദയം തന്നെ കാണിച്ചു കൊടുത്തു. പച്ചമെഴുകുതിരിയിൽ അനേകം അടയാളങ്ങളാണ് അവർക്ക് ലഭിച്ചത്. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിൽ ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടെ നിന്ന് നോക്കിക്കൊള്ളും. അവിടെ നിന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. ബിന്ദുവിനും അശ്വിനും പരിശുദ്ധ അമ്മ വഴി നൽകിയ വൻ കൃപകൾക്ക് നമുക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പേര് മേരി നീലറ്റ്. ഞാൻ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നത്.
ഞാൻ 2023 വിദേശത്ത് ജോലിക്കായി പോയി, UK ഏജൻറ്റ് വഴിയാണ് ഞാൻ പോയത്. 10-17 ലക്ഷം രൂപയോളം മുടക്കി എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ പോണ പോലെ ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ ഞാനും വിദേശത്ത് പോയി. അവിടെ ചെന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത്. അത് ഞാൻ സാക്ഷി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നേക്കും അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് കാർ ഓടിക്കണം, കാർ ഓടിച്ചാലേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോണേക്ക് മുമ്പ് ജസ്റ്റ് ലൈസൻസ് എടുത്ത് മാത്രമേ എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കാറിൻ്റെ ഒന്നും ഇവിടെ ഓടിച്ചൊരു ശീലം ഒന്നുമില്ല. എനിക്ക് തന്നെ ആകെ പേടിയായി. കാർ ഓടിക്കാൻ ഇവിടുത്തെ പോലെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂൾസൊക്കെ വേറെയാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്ക് കാറ് എന്താണെന്നോ എനിക്ക് ക്ലച്ചും ഗിയറൊക്കെ തന്നെ എന്താണെന്നോ എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. അന്നേരം പഠിച്ച് വേഗം ഒപ്പിച്ചെന്നല്ലാണ്ട്. അപ്പോഴെൻ്റെ കൂടെ ഉണ്ടായത് ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ലോക്കറ്റ് അന്നും ഇന്നും 2019 തുടങ്ങി ഇന്ന് ഞാൻ ഈ ജീവനോടെ ഇവിടെ നിൽക്കണ ഈ നിമിഷം വരെ എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഈ ലോക്കറ്റ് മാറ്റിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല. നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഒരു കാര്യങ്ങളല്ല അവിടെ. പക്ഷെ എന്നാലും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം, നീ തന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം ചെയ്തു തരണം എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാർ ഒരെണ്ണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടനായിട്ട് പോയി കാർ ഒരെണ്ണം എനിക്ക് കിട്ടി. പക്ഷേ അതിനി ഓടിക്കാൻ അറിയണമല്ലോ, എന്നാലല്ലേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂ. ജോലി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് വാടക കൊടുക്കണം, എൻ്റേതായിട്ടുള്ള ചിലവ്, നാട്ടിൽ എനിക്ക് എൻ്റെ കടങ്ങൾ തീർക്കാനാണെങ്കിലൊക്കെ നമുക്കത് ആവശ്യമാണ്. അപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിനെ ട്രെയിനൊക്കെ കയറി 6 മണി 5:30 കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ ജോലിക്ക് പോണത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എന്നെ മേരി അങ്ങനെ കാർ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ ഒരിക്കലും എടുക്കില്ല, അത് പയ്യെ എടുക്ക്, എന്നാലേ ആ പേടി മാറി ഓടിച്ച് തുടങ്ങുള്ളൂ, ലൈസൻസ് ഉള്ളതല്ലേ എന്തായാലും എന്ന് പറയും. അങ്ങനെ അവരങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തോ കാർ എടുക്കാൻ തോന്നുന്നില്ല, എന്തോ ഒരു ഭയം. കാര്യം അവിടുത്തെ ആൾക്കാർ ഓടിക്കണേ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്, നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ കൂടെയുള്ള ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ ഫ്രണ്ട് സീറ്റിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പയ്യെ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനെന്താ, എനിക്കിന്ന് ഓഫാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം, നീ അന്ന് ഓടിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശുരൂപവും അമ്മ മാതാവിൻ്റെ ഉപ്പും ഞാൻ എടുത്ത എൻ്റെ സീറ്റിൻ്റെ അടിയിലത്തെ ഈ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ കയ്യിൽ കിടക്കണ ഈ കൊന്തയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് 3ഉമാണ് എൻ്റെ കയ്യിലുള്ള ആകെ ഒരു ബലം. ഞാൻ എങ്ങനെയോ കാറെടുത്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ച് തുടങ്ങി. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അവിടെ ആ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു വണ്ടിയിൽ പോയി ഇടിക്കുക ഒന്നുമില്ലാണ്ട് എൻ്റെ മാതാവ് എന്നെ അതുവരെ സംരക്ഷിച്ച്. അപ്പോൾ കാറിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ മാതാവ് അതവിടെ നല്ല രീതിയിലാക്കി തന്ന്. പിന്നെ എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ജോലിക്ക് വിളിക്കാനുള്ള 1 മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് എന്നെ ജോലിക്ക് വിളിച്ച് ഞാനിതുപോലെ തന്നെ കാറായിട്ട് പയ്യെ കൊന്തയും വിശ്വാസ പ്രമാണവും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ പോയി കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ജോലിക്ക് കയറാണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ് മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഫേക്കായിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പോകും, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞാൻ പറയും, മോനെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്ക്, മാതാവല്ലേ നമ്മുടെ കൂടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരാണ്ടിരിക്കില്ല, ഇങ്ങാണ്ട് നാട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന് പുള്ളി ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിളും ഇതൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലും, അമ്മ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള എല്ലാവരുടെയും ജോലി പോയി എല്ലാവരും റൂമിൽ തന്നെയായി. പക്ഷേ എൻ്റെ ജോലി പോണില്ല, പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്ററും വരണില്ല. പക്ഷേ എനിക്ക് മെയിൽ വരണത്, മേരി വേറെ ജോലി നോക്കണം, നിൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നാൽ നിനക്ക് ഈ ജോലി ഇല്ലാണ്ട് ഇവിടെ പറ്റൂല, അപ്പം നീ വേറെ ജോലി അന്വേഷിച്ചോ. എനിക്ക് അങ്ങനെയാണ് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്നാ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്നില്ല, പക്ഷെ അവിടുത്തെ
MD ഭയങ്കര പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച അതൊക്കെ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ്, അല്ലാണ്ട് എൻ്റെ ഒരു കഴിവൊന്നും അവിടെ ഇല്ല. അപ്പോഴും എനിക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എല്ലാവർക്കും ടെർമിനേറ്റർ ലെറ്റർ വന്നു, മേരിക്ക് മാത്രം എന്താ വരാത്തത്, മേരിക്ക് മാത്രം വന്നില്ലല്ലോ, അത് നല്ല കാര്യം. അപ്പോൾ അവർക്കും വിശ്വാസമായി മാതാവിനോട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കും, അവരും ചൊല്ലും. അങ്ങനെ നിന്ന് ഒരു ദിവസം ഞാൻ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പം ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ആ ചേട്ടനെ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ആ ചേട്ടന് എന്നെ അറിയാമായിരുന്നു. ആരൊക്കെയോ പറഞ്ഞിങ്ങനെ മേരി എന്ന് പറഞ്ഞൊരു കൊച്ച് ഇവിടെ ഉണ്ട്, ജോലിക്ക് എന്തോ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ കൊച്ചിന് വേറെ ആരും ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചിനൊന്ന് സഹായിക്കണമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ ഞാനാണ് മേരിന്ന ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്, മാതാവ് ഒരുക്കിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിയണില്ല. അപ്പോഴും പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നേമേ എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ വന്ന് കുർബാന കൊള്ളണം, എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി അവിടെ, ഞാനിവിടെ ഒറ്റയ്ക്ക്, എനിക്കിതുപോലെ എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് ഈ അൾത്താരയിൽ കുർബാന കൂടാനുള്ള ഒരു ഭാഗ്യം എൻ്റെ മാതാവ് എനിക്ക് ഒരുക്കി തരണം, എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെ എനിക്കിവിടെ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജോലിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പം ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ തന്നെയാണ്. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ആ സ്റ്റാച്ചുവിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കണുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. അപ്പം ഞാൻ അതും കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ എന്നെ പുറകേന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മേരി ആണോ ഇതെന്ന് ചോദിച്ചു. ഞാൻ അതേ ചേട്ടാ, ഞങ്ങൾ മേരി ഏതാണെന്ന് തപ്പി നടക്കണമായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, മേരി എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പാട് ഭയങ്കര, അതിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കണു, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ജോണി ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടണമല്ല, ദൈവം മനുഷ്യരുടെ രൂപത്തിലും പല രൂപത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാരെ അഴക്കും എന്ന് പറഞ്ഞതിൽ സത്യമായിട്ടുള്ളൊരു അനുഭവം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം. ആ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് അവിടെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അവിടെ വല്ല വേക്കൻസി ഉണ്ടാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് ചെയ്യാം, നീ വിഷമിക്കേണ്ട. അപ്പോൾ എൻ്റെ അവസ്ഥകളെല്ലാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ടായതാണ്, 2 വർഷം ഞങ്ങൾ താമസിച്ചുള്ളൂ, ആ വീട് വിറ്റ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയൊക്കെ ആകെ ഗതികെട്ട് ഇവിടെ നിന്നാൽ എൻ്റെ മക്കളാണെങ്കിൽ CBSE പഠിച്ചിട്ട് എൻ്റെ മക്കൾ പള്ളി സ്കൂളിലൊക്കെയാണ് പിന്നെ കൊണ്ടാക്കേണ്ടി വന്നത്, എൻ്റെ മോളെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിട്ട് അപ്പോൾ ജോണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, നീ പ്രാർത്ഥിക്കണല്ലേ മാതാവിനോട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ജോണിച്ചേട്ടൻ ആ കൊച്ചിനെ വിളിച്ച് പള്ളിയിലെ കുർബാന പിന്നത്തെ ആഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പം ചോദിച്ച് അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു വേക്കൻസി 2 പേര് ഡെലിവറിക്ക് പോകാൻ നിൽപ്പുണ്ട്, അപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാൻ പറ ആ കൊച്ചിനോട്, കിട്ടണമെങ്കിൽ ഭാഗ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ ജോണിച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് എൻ്റെ രക്തബന്ധമല്ല ഒന്നുമല്ല, പക്ഷേ ആ ചേട്ടൻ എൻ്റെ അപ്പനെ പോലെയോ ചേട്ടനെ പോലെയോ എന്നെ കൂടെ കൊണ്ടുപോകണേണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ആ ചേട്ടൻ ടാക്സി ഓടിക്കണം അവിടെ, കുടുംബമായിട്ട് 23 വർഷമായിട്ട് UK ജീവിക്കണ ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഞാൻ നിൻ്റെ കൂടെ വരാം, നാളെ നിനക്ക് ഓഫാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ഓഫാണ്, പോവണ്ട, എങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം, നീ കൊടുക്കുക അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മേരി ഇപ്പോൾ പൊക്കോ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച മൺഡേ ആയതുകൊണ്ടിട്ട് ബിസിയാണ്, അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ട് മെയിൽ ചെയ്യാം, അന്നേരത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഓക്കേയും പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോഴൊക്കെ എൻ്റെ ഈ കഴുത്തിൽ ഈ കൊന്തയും ഈ മാതാവിൻ്റെ കാശുരൂപം അല്ലാണ്ട് ഈ കൊന്തയും കഴുത്തിക്കണ കൊന്തയും അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ കൂടെ ആരോ ഉണ്ട്. ഞാൻ പോണ വഴികളൊക്കെ എനിക്കിങ്ങനെ തുറന്നു കിട്ടണം. എനിക്കതാണ് മഹാത്ഭുതം. കാര്യം വേറെ ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കണില്ല, മാതാവ് ഇങ്ങനെ കൊണ്ടുകൊണ്ട് നടക്കണ പോലെയാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവണം. അങ്ങനെ എനിക്ക് 3ാമത്തെ ദിവസം മെയിൽ പറഞ്ഞാണ്, മേരിക്ക് ഇന്ന ഡേറ്റിന് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മെയിൽ അയച്ച്, ഞാൻ വന്നേക്കാം, 10 മണിക്ക് വരണം. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാൽ 10-5 മിനിറ്റോളപ്പം നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഇവിടത്തെ പോലെ നമുക്കൊരു ഇത്തിരി വൈകി കഴിഞ്ഞാലൊന്നും നമ്മളെ കയറ്റൂല.
ഞാൻ അങ്ങനെ ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കേണ്ട, എനിക്ക് നാളെ ഓട്ടം കഴിഞ്ഞിട്ട് റെഡിയായി നിന്നോ, നമുക്ക് ഒരുമിച്ച് പോകാം, നീ എന്നിട്ട് അകത്ത് കയറി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവരണം, ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർത്ത് ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളി മക്കളും കൂടെ ഉണ്ടാവണം, അതിനെനിക്കിത് കിട്ടിയേ പറ്റൂ. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇതുപോലെ തന്നെ ഈ ഉപ്പും ഈ കാശ് രൂപവും മാതാവിൻ്റെ ഈ ഉടമ്പടി ബുക്കും ഞാൻ എപ്പോഴും കാറിലെടുത്തിടും. ഉടമ്പടി ബുക്കും കാറിലെടുത്തിട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ അവിടെ ചെല്ലണേ. അവിടെ ചെന്ന് അവരെനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത്, അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് അമ്മ മാതാവിനെ ലേഡി ആണെങ്കിൽ മാതാവിനെ പോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം എൻ്റെ ഫ്രണ്ടിലുണ്ടാവണം, അതല്ല ഇനി ആണാണെങ്കിൽ എൻ്റെ യേശുകുമാരനെ പോലത്തെ ഒരു എൻ്റെ ഈശോ അപ്പച്ചനെ പോലത്തെ ഒരാളായിരിക്കണം എൻ്റെ മുമ്പിലുണ്ടാവണം. എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഇംഗ്ലീഷല്ല, അവിടുത്തെ ഇംഗ്ലീഷ് ഒരുപാട് വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ചെന്നിരുന്നിട്ട് ഞാനല്ല വേറെ ആരോ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമല്ലോ, അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ അത് ഈ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ കിടക്കണം, ഞാൻ ഇങ്ങനെ പറയണേ, എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ എന്തുട്ടൊക്കെയാൻ പറയണേന്ന്. പക്ഷെ അവർ ചോദിക്കണതിനൊക്കെ ഇങ്ങനെ മണിമണി പോലെ ആൻസർ പറയണേ. അതെല്ലാം കഴിഞ്ഞ് അവർ അങ്ങാടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങാട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുമോ എന്ന് ഞാൻ കരഞ്ഞു പോയി. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിനക്കെന്താ വിഷമം, നീ എന്താ കരയണം? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് വന്ന, എനിക്ക് പക്ഷേ അതിൽ ഒരു ശാശ്വതമല്ല, അവരിങ്ങനെ പറയണം എൻ്റെ അടുത്ത് ജോലി വേറെ അന്വേഷിക്കാൻ പറയണു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏജൻറ്റ് ത്രൂ വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ചിലതൊക്കെ ഫേക്കായിരിക്കും, നീ വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കണ്, നിനക്ക് അവിടെ ജോലി ഞങ്ങൾ തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് ആ ജോലി, കാര്യം എൻ്റെ കൂടെയുള്ള ഇപ്പോഴും ആദ്യത്തെ കമ്പനിയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോഴും ജോലി കിട്ടാണ്ട് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകേണ്ടി വന്നില്ല, ആകെ ഒറ്റൊരു സ്ഥലത്തെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. അമ്മ മാതാവ് എന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ജോലിക്കായിട്ട് നിയോഗിച്ചെന്നെ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ്, ഞങ്ങൾ COS തന്നോളാം, നിനക്ക് ഞങ്ങൾ വിസ തരാം. അങ്ങനെ എനിക്ക് 5 വർഷത്തെ വിസ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ രണ്ടാമത് ചിലവില്ലാണ്ട്, അവിടെ 12-13 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കയറണം. പക്ഷേ രണ്ടാമത് എനിക്ക് 10 പൈസ ചിലവില്ലാണ്ട് എനിക്ക് അവർ വിസ അടിച്ചു തന്ന് എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. ഇന്ന് ഞങ്ങൾ കടങ്ങൾ ഒതുക്കിയെടുക്കാന്ന് വെച്ചാൽ കടങ്ങൾ ഒരുവിധമൊക്കെ വീട്ടിൽ പയ്യെ സമാധാനത്തോടെ ഞങ്ങളിവിടെ ജീവിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്ന് നാട്ടിൽ ഞാൻ വരണോ അന്ന് എനിക്ക് ഈ അൾത്താരയിൽ വന്ന് എനിക്ക് കിട്ടിയ അനുഭവം എല്ലാവരോടും പറയണം, എല്ലാവർക്കും അതൊരു പ്രചോദനം ആവണം. അമ്മ മാതാവ് നമ്മ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വെറുപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മ വിശ്വസിച്ച് നല്ലത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ട് അമ്മ മാതാവും ഈശോകുമാരനും നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളറിയാണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകും. ഞാൻ പോയിട്ട് ഇപ്പം 3 വർഷം ആവണു. ഞാൻ 17-ാം തീയതി ഞാൻ വന്നു, ഞാനും എൻ്റെ മോളും കൂടെ വന്ന. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും വന്നില്ല, മോന് കോളേജ് ഉള്ളതുകൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും അവിടെ നിൽക്കണേണ്. ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് ഞാനും എൻ്റെ മോളും കൂടെ പങ്കെടുത്ത് വന്ന്. എൻ്റെ മൂത്ത ബ്രദറും വൈഫും പിള്ളേരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഇളയ ബ്രദറും ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനുഭവങ്ങൾ മാതാവ്, എൻ്റെ ഇളയ ബ്രദറിന് വീടുണ്ടായില്ല, അത് സാക്ഷ്യം പറയാൻ എൻ്റെ നാത്തും വന്നിട്ടുണ്ട്, അത് അവൾ പറയും, അതും അവർക്ക് ദൈവം മാതാവ് നടത്തി തന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോടാനുകോടി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, വലിയ അസോസിയേഷനാണ്. അപ്പോൾ അതിലിങ്ങനെ രോഗികൾക്കായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പിരിക്കും. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ജോലിയില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടെ പിരിച്ച് എന്തെങ്കിലും സഹായിക്കുക ചെയ്യും. അപ്പോൾ അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ മുമ്പിൽ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എൻ്റെ മുമ്പിൽ ഇന്നും ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കും. മാതാവിൻ്റെ കാര്യം ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് വിഷമിക്കണം, ഞാൻ ഈ കാശ് രൂപ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലുക, മാതാവിൻ്റെ അടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ മതി, നമ്മൾ പേടിക്കേണ്ട, നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മളറിയാണ്ട് തന്നെ നടന്നു പൊക്കോളും എന്ന് പറയും. പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും സാക്ഷ്യമായിട്ട് ഞാൻ പറയും. ആരെൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ ആ സാക്ഷ്യം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയും. നമുക്ക് പറഞ്ഞാലും തീരുമില്ല അത്. അപ്പോൾ അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്.
എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോപ്പകൻ മാതാവിനും ഞാൻ കോടാനുകോടി അനുഗ്രഹവും നന്ദിയും പറയുന്നു. സങ്കീർത്തനങ്ങൾ 116 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. മേരി നീരറ്റ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഒത്തിരി പ്രതീക്ഷയോടുകൂടി വിദേശത്തെത്തിയതും എന്നാൽ ഏറെ പ്രതിസന്ധികളിലൂടെ അവിടെ ജീവിതം കടന്നുപോയതുമാണ് മകൾ നമ്മളോട് പങ്കുവെച്ചത്. എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് വിദേശത്തേക്ക് കയറിപ്പോയ മകൾ ആ പ്രതിസന്ധിയുടെയും കണ്ണീരിൻ്റെയും ഇല്ലായ്മയുടെയും ദുരിതത്തിൻ്റെയും മുഴുവൻ നാളുകളിലും അമ്മ മാതാവിൽ എത്ര കണ്ട് ശരണപ്പെട്ട് വിശ്വസിക്കുകയും പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ ജപമാല ചൊല്ലിയും ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതും അമ്മ അത്ഭുതകരമായി ഓരോ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുത്തതുമാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറയുന്നുണ്ട്, ആദ്യം ഡ്രൈവിംഗ് ആയിരുന്നു വിഷയം. ലൈസൻസ് ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുവാനേറെ ഭയമായിരുന്നു. ഒരു വ്യക്തി ഒരു ദിവസം ഓഫിൽ തൻ്റെ കൂടെ വരികയും അന്ന് വാഹനമെടുത്ത് അത് ഓടിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇന്ന് വരെയും ഒരു ഭയമില്ലാതെ, ആർക്കും ഇന്ന് വരെ ഒരു പരിക്ക് പോലും സംഭവിക്കാതെ, ഒരു പിഴ പോലും അടയ്ക്കാതെ ഏറ്റവും ശാന്തതയിലും ഏറ്റവും കൃത്യതയിലും ഡ്രൈവിംഗ് നടത്തുന്നതിന് അമ്മ മാതാവ് മകളെ ധൈര്യപ്പെടുത്തുകയും നയിക്കുകയും ചെയ്തതിനെയാണ് മകൾ ആദ്യം നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തിയത്. അവിടെ ഒത്തിരി പണം മുടക്കി ചെന്നുവെങ്കിൽ കൂടിയും ജോലി ലഭിക്കാതെ ക്ലേശമനുഭവിച്ച നാളുകളിൽ ഉടമ്പടിയിൽ എപ്പോഴും മക്കൾ പറയുന്നത് പോലെ ദൂതന്മാരുടെ സംരക്ഷണം കിട്ടിയതിനെയാണ് മകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം അത് ലക്ഷക്കണക്കിന് മക്കളുടെ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലക്ഷക്കണക്കിന് മക്കൾ ലോകത്തിൻ്റെ എല്ലായിടത്തിരുന്ന് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ബോണസാണ്. അതോടൊപ്പം ഈ ആലയത്തിൽ രാവും പകലും ജോസഫ് അച്ഛൻ തനിക്കുള്ള ആത്മീയ കൃപകളിൽ ആശ്രയിച്ച് ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന മക്കളുടെ ഏതൊരു വലിയ ജീവിത വിഷയങ്ങളും അത് അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിത്യാരാധനയിൽ അവിടെ മക്കൾ ഒത്തിരി പേർ വന്നിരുന്ന ഉടമ്പടി എടുത്ത് കണ്ണീരോടെ ജീവിതം സമർപ്പിക്കുന്ന മക്കളുടെ വിഷയങ്ങൾ ഈശോ ഏറ്റെടുക്കുവാൻ അമ്മ മാതാവ് ഇടപെട്ട് സഹായിക്കുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന അസ്ഥികളാണ് നമ്മുടെ ജീവിതത്തിൽ നാം സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളായി നമുക്ക് മാറ്റിക്കിട്ടുന്നത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ജോലിയില്ലാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ആ വ്യക്തി എന്നെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ജോലിക്ക് വേണ്ടതൊക്കെയും എനിക്ക് ഒരുക്കി തരികയും ഞാൻ ആഗ്രഹിച്ചെടുത്ത് ജോലി എനിക്ക് നന്നായി സുന്ദരമായി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ എന്നെ അവരവിടെ ഏറ്റെടുക്കുകയും ചെയ്തു. അവിടെ ഒത്തിരി പേർക്ക് ടെർമിനേഷൻ വരുമ്പോഴും ഒരിക്കൽ പോലും ടെർമിനേഷൻ വരാതെ എൻ്റെ ജോലി സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ വഴികളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ക്രമീകരിച്ചു തന്നു. അതെല്ലാം ഉടമ്പടിയിൽ പൂർണ്ണമായ വിശ്വസ്തയോടുകൂടി ഞാൻ സമർപ്പിച്ച എൻ്റെ ജീവിതവും അമ്മ മാതാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചതിന് അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹവുമാണ്. ഇന്ന് കുടുംബം ഒരുമിച്ച് ശാന്തതയോടെ ബാധ്യതകൾ കുറച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിദേശത്ത് ജീവിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അത് ഉടമ്പടിയിലൂടെ മാത്രം, കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ മാത്രം എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും നേടിയെടുക്കുവാനാവാതിരുന്നത് അമ്മ എനിക്ക് അനുഗ്രഹമാക്കി നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതം ശുഭകരമാകുവാൻ വേണ്ടി അതിൻ്റെ ഏതൊരു ജീവിത ക്ലേശത്തെയും അമ്മ മാതാവ് മാറ്റിത്തരികയും കൂടെ നിന്നുകൊണ്ട് ഗുണകരമായ വഴികളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യും.
അതിന് നമുക്ക് ചിലപ്പോൾ സന്ദേശങ്ങൾ ലഭിക്കും, ചില വ്യക്തികളുടെ ദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കും. അമ്മ മാതാവ് തന്നെ തൻ്റെ സാന്നിധ്യം, പ്രസൻസ് നൽകിക്കൊണ്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് വേണ്ടത് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട വിശ്വാസം, വിശുദ്ധിയുള്ളൊരു ജീവിതം. വിശുദ്ധമായ ജീവിതത്തിൽ മാത്രമേ ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാനും ദൈവാത്മാവിന് വേഗത്തിലും ശക്തമായും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുന്ന സാക്ഷ്യം, മകളെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയത്, പരിശുദ്ധാത്മാവ് ദൂതരെ മകൾക്ക് നൽകിയത്, അത് മകളുടെ ജീവിതം സുരക്ഷിതമാകുന്ന വിധത്തിൽ, സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്ന വിധത്തിൽ, എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്ത് ജീവിതം മേൽഗതിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ അമ്മ എങ്ങനെ സഹായിച്ചുവെന്ന് നമ്മുടെ ജീവിത വിഷയങ്ങളും പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ സമർപ്പിക്കാം. ഏത് ക്ലേശവും മാറിപ്പോകും, എല്ലാ കണ്ണീരും ഒപ്പിയെടുക്കും. അമ്മ മാതാവ് തിരുക്കുമാരനോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നാം നിയോഗം എഴുതി സമർപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹമാകുന്നത് വരെയും അത് വിശുദ്ധീകരിച്ച് നമുക്ക് അനുവദിച്ച് നൽകുന്നത് വരെയും അമ്മ കൂടെ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ആ പ്രത്യാശയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവമാതാവിന് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.